മഞ്ഞൾ ശോഭയുടെ വീടിന് മുന്നിലെ ഓലപ്പടക്ക സ്ഫോടനത്തിന് ശേഷം ഒരു കാര്യം ഉറപ്പാവുകയാണ്. കേരളത്തിലെ BJP-ക്കാരെന്ന് പറഞ്ഞാൽ മഞ്ഞൾ ശോഭയുൾപ്പെടെ എല്ലാം പട്ടാളം പുരുഷന്മാരാണ്. എന്തുകൊണ്ടെന്നല്ലേ, കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഈ സിനിമയുടെ സീൻ നിങ്ങളോട് ചില യാഥാർത്ഥ്യങ്ങൾ പറയും. വന്ന് BJP നേതാക്കന്മാരുള്ളിടത്ത് നാട്ടുകാർക്കൊരു പടക്കം പോലും പൊട്ടിക്കാനുള്ള അവസരമുണ്ടാകുന്നില്ല. ഉടനടി അയ്യോ എന്നെ വെടിവെച്ചേ, എൻ്റെ നെഞ്ചത്തോട്ടായിരുന്നേ ആ വെടിവെക്കാൻ ശ്രമിച്ചത് എന്നുള്ള കഥ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് പാവപ്പെട്ട 3 ചെറുപ്പക്കാർ. അവർക്കിത് മഞ്ഞൾ ശോഭയുടെ വീടാണെന്ന് പോലും അറിയില്ല. അവർ പോണ പോക്കിന് 2 ഓലപ്പടക്കം കിട്ടി, അത് പൊട്ടിച്ചു പോയി. അത് അയ്യോ എന്നെ അപായപ്പെടുത്താൻ വേണ്ടിയുള്ള ഉഗ്ര സ്ഫോടനം, അത് കാശ്മീരിൽ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്ന ഗ്രനേഡിന് തുല്യമായിരുന്നു എന്നായിരുന്നു മഞ്ഞൾ ശോഭയുടെ പ്രചരണം. കാര്യം ഇവർ സ്വയം ധരിക്കുകയാണ് ഇവരെ ഈ നാട്ടിൽ വകവരുത്താൻ ആരൊക്കെയോ നടക്കുന്നുവെന്ന്. ആരും ഇരക്കിടാൻ. പിന്നെ കിട്ടിയ ഒരു ഓലപ്പടക്ക സ്ഫോടനത്തിൻ്റെ പേരിൽ ഒരു Z കാറ്റഗറി സുരക്ഷ ഇങ്ങ് വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള തരത്തിലായിരുന്നു ഇന്നലെ ആ ഒരു ഓലപ്പടക്ക സ്ഫോടനത്തിന് ശേഷം ജനൻ TVയുടെ ബ്രേക്കിങ്ങും സംസ്ഥാന അധ്യക്ഷൻ്റെയൊക്കെ ഫേസ്ബുക്ക് പ്രചരണമൊക്കെ കണ്ടപ്പോൾ എന്തോ ഈ നാട്ടിൽ മഞ്ഞൾ ശോഭയെ ആരോ എന്തോ ഉന്നം വച്ചിരിക്കുന്നതെന്ന്. ആരെങ്കിലും ചെയ്യണ പ്രവർത്തനമാണ്. മഞ്ഞൾ ശോഭയൊക്കെ ഈ നാട്ടിൽ ആരാണ്? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. പിന്നെ കൂടെ വാർത്താ കച്ചവടത്തിന് വേണ്ടി വന്ന് 4 ഗീർവാണ വാചകം അടിച്ചു കഴിഞ്ഞാൽ ഇവർ കരുതുകയാണ് ഞാൻ ഈ നാട്ടിൽ എന്തോ ആയി എന്നുള്ളത്. കാര്യം ചില ഒച്ചകളെ നമ്മൾ ചെവി കൊടുക്കാറില്ലല്ലോ. അതേപോലെയാണ് മഞ്ഞൾ ശോഭയുടെ ഒച്ച. എന്തിനൊക്കെയോ വേണ്ടി ഒച്ച എടുക്കുന്നുണ്ട്, സ്വന്തം പാർട്ടിക്കാർ പോലും ആ ഒച്ച കേൾക്കാറില്ല. അതുകൊണ്ട് അവർ സലിംകുമാറിൻ്റെ സിനിമയിൽ പറയും പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാറാണ്. അതുപോലെയാണ് കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള BJP നേതാക്കന്മാരും. അവരെ കാരണം ആ പരിസരത്ത് ദീപാവലി ആഘോഷിക്കാൻ പറ്റില്ല, വിഷു ആഘോഷിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും വെടി പൊട്ടിയാൽ അത് എന്നെ കൊല്ലാൻ വേണ്ടിയാണ്, ഇതാ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വീണ അതേ മാതൃകയിലാണെന്നുള്ള പ്രചരണം നടത്താൻ ഒരു ചാനൽ കൂടി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാകും. എന്തായാലും പട്ടാള പുരുഷന്മാരെ കൊണ്ട് നാട്ടുകാർക്ക് കൂടി വലിയ വിനയായിരിക്കുകയാണ്. നാട്ടുകാർ കൂടി കരുതി ആരോ വന്ന് ബോംബ് വെച്ചിട്ട് പോയെന്ന്. ആ പാവപ്പെട്ട ചെറുപ്പക്കാർ ജീവിതത്തിൽ ഒരു ഓലപ്പടക്ക് പൊട്ടിച്ചതിൻ്റെ പേരിൽ രാജ്യദ്രോഹികളാകേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പിന്നെ അവരുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുകൾ, സംഘപരിവാർ ബന്ധം എന്തോ ഉള്ളത് കൊണ്ടാണ് മറ്റ് ആവേശമൊന്നും ഉണ്ടാകാത്തതും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ പടക്കം പൊട്ടിച്ചത് ഏതെങ്കിലും മുസ്ലിം നാമധാരി വല്ലതും ആയിരുന്നെങ്കിൽ കാര്യം കഴിഞ്ഞേനെ. ഇത് എന്നെ ലക്ഷ്യം വെച്ചാണ്, എന്നെ മാത്രം ലക്ഷ്യം വെച്ചാണ്, എന്നെ വകവരുത്താൻ വേണ്ടിയാണ്. ഈ വാചകം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നേനെ. ആ ഓലപ്പടക്ക് സ്ഫോടനത്തിന് പിന്നാലെ കേരളത്തിലെ BJP നേതാക്കന്മാരെല്ലാം എത്രമാത്രം പേടിത്തൊണ്ടന്മാരാണെന്ന് കൂടി തെളിയിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഝാൻസി റാണിയാണ് അല്ലെങ്കിൽ വീരപുരുഷന്മാരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ഓലപ്പടക്ക് പൊട്ടിയാൽ അപ്പോഴേ മുള്ളുന്നൊരവസ്ഥയുണ്ടെന്ന് ആ ഒരു സംഭവം തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ നിജസ്ഥിതി പോലും അന്വേഷിക്കാതെ ഈ രീതിയിൽ പട്ടാളം പുരുഷന്മാർ ചേർന്ന് അതിനെ വിവാദമാക്കിയതെന്ന് പറയേണ്ടി വരികയാണ്.